ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ വീക്കെൻഡ് ഞങ്ങൾ സാധാരണ പുറത്ത് പോയി കഴിക്കാറാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. മധുഹൂത്താണ് ഉണ്ടാക്കുന്നത്. മധുഹൂത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പാടൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ചകളിലൊക്കെ ചെയ്യണതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇത് ചിക്കൻ 1400 ചിക്കനാണ്. ഒരു സാദിയ ചിക്കൻ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വേണം. നല്ല ഫാറ്റുള്ള ചിക്കനാണ്. പിന്നെ തൊലിയോട് കൂടി കട്ട് ചെയ്താണ്. ഒരു ചിക്കൻ 4 പീസാക്കിയിട്ട്. അരി ഇന്ത്യ ഗേറ്റ് ഗോൾഡൻ ബസ്മതി. പിന്നെ മുളക്, കസൂരി മേത്തിയൊക്കെ ഓപ്ഷണലാണ്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇവിടെ സ്പൈസസ് ഡ്രൈ ലെമൺ ഉണ്ട്, 2 ജീരകമുണ്ട്, വലിയ ജീരകം, നല്ല ജീരകം, പിന്നെ കറമ്പൂവ്, ഏലക്ക, പട്ട. പിന്നെ മെയിൻ സൺഫ്ലവർ ഹെൽത്തി അല്ല, പക്ഷേ നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് എല്ലാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളകെല്ലാം നമുക്ക് അരച്ചെടുക്കണം. അരച്ചിട്ട് വരാം. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റൗ എല്ലാം റെഡിയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ മദ്ഹൂത്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. സൺഫ്ലവർ. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കട്ടെ. പട്ട, ഏലക്കായ കുറച്ച് നമ്മൾ അരക്കണേ ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകം, വലിയ ജീരകം നമ്മൾ അരക്കണേ ചേർത്തിട്ടുണ്ട് കേട്ടോ. കറാമ്പൂ, മജ്ബൂസ് മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഏലക്കായ, പട്ട, ഗറാമ്പൂ ഇതൊക്കെ ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് മരിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇട്ട് ഈ മസാല ഇടുക. ചിക്കന് ഈ മസാലയിൽ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയ മസാലയിൽ ചിക്കൻ ഇടുക. അതിലോട്ട് നമുക്ക് ഡ്രൈ ലെമൺ ചേർക്കാം. ഞങ്ങളെ സ്പെഷ്യൽ സുലൈമാൻ എത്തിയിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒഴിക്കുക. ഒരു കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ചിക്കൻ ഒരു 75 വേവായ ശേഷം നമ്മൾ അരിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. കുറച്ച് വെള്ളത്തോടെ ഇട്ടത് വിളമ്പുക. ലാസ്റ്റ് മല്ലിയില. ഫൈനലി ഞങ്ങളെ മദ്ഹൂത്ത് റെഡിയായി. ഇത് വെള്ളം കൂടിയതൊന്നുമല്ല കേട്ടോ. ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കിട്ടുക. ചോറിൽ കറി ഒഴിച്ച് കഴിക്കണ പോലെയാണ്. പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി. ഞങ്ങൾ റൂമിൽ പോയിട്ട് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കുകയാണ്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അടിപൊളിയാ. ഇപ്പം എങ്ങനെയുണ്ട്? ചൂടൊക്കെ ആറി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചൂടാറിയാൽ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുള്ളൂ. ഒരുപാട് മസാല ഒന്നുമില്ല. ശരീരത്തിനൊരു ദോഷമില്ല.